വാസുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വാസു അന്വേഷണ സംഘത്തോട് പറഞ്ഞത്, താഴത്തെ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ ഒരു റിപ്പോർട്ട് സ്വർണം പൂശണം എന്ന് പറഞ്ഞു കൊടുത്തു. ഈ റിപ്പോർട്ട് പരിശോധിച്ച് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് ഞാൻ എന്ത് ഉത്തരവാദി? എനിക്ക് ബോധ്യമായ കാര്യം കൊടുക്കാം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, പത്മകുമാർ ആയിരുന്നു. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടുപ്പത്തിന്റെ പുറത്ത് പ്രത്യേക താല്പര്യമെടുത്താണ് സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയത്. അതുകൊണ്ട് പത്മകുമാറാണ് ഉത്തരവാദി എന്ന് കൃത്യമായി പറയുന്നു. അതേസമയം പത്മകുമാർ പറയുന്നത് തിരിച്ചാണ്. വാസുവിന്റെ നേതൃത്വത്തിൽ നൽകിയ ശുപാർശ ഞങ്ങൾ പാസാക്കി. ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഞങ്ങളല്ല പരിശോധിക്കേണ്ടത് ദേവസ്വം കമ്മീഷനും താഴെയുള്ള ഉദ്യോഗസ്ഥരുമാണ്. പരസ്പരം പഴിചാരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ സംശയം, പത്മകുമാറിനെ പിടിച്ചിട്ട് അന്വേഷണത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിൽ CPM-ന്റെ കൂടി ഗൂഢാലോചനയുടെ ഭാഗമായാണോ ഈ അറസ്റ്റ് എന്ന് ആദ്യത്തെ ചോദ്യം. അതേസമയം അന്വേഷണ സംഘം പറയുന്നു, അവർ കേവലം മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് പത്മകുമാറിന്റെ ഇടപാടുകളെ കുറിച്ച് അവർ വിശദമായ അന്വേഷണം നടത്തി. സാമ്പത്തിക ഇടപാടുകൾ പലതും ദുരൂഹമാണ്. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ശിങ്കിടികൾക്കും അവിടെ പ്രത്യേക പരിഗണനയും എല്ലാ ഇളവുകളും ചെയ്തു കൊടുത്തു. മാത്രമല്ല ചില സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണ്. ആ സാമ്പത്തിക ഇടപാടുകൾ ഈ ദുരൂഹമായ ഇടപാടുകളുടെ ഭാഗമാണ്. അതുകൊണ്ട് പത്മകുമാർ അറിഞ്ഞു തന്നെയാണ് ഈ കൊള്ള നടന്നത്. പത്മകുമാറിന്റെ ആഗ്രഹപ്രകാരമാണ് പോറ്റി തട്ടിപ്പ് മുഴുവൻ നടത്തിയത് എന്ന് തെളിവുകളുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പത്മകുമാർ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായിയാണ് എന്ന് വെച്ചാൽ എല്ലാ മോഷണത്തിനും കൂട്ടുനിൽക്കുക, ഭഗവാനെ തന്നെ അടിച്ചു മാറ്റാൻ വേണ്ടി ഈ സംഘത്തോടൊപ്പം നിൽക്കുക. എന്നാൽ നാട്ടുകാരുടെ മുമ്പിൽ, ഭക്തജനങ്ങളുടെ മുമ്പിൽ താൻ ഭക്തനാണ്, താൻ പരമപരിശുദ്ധനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നിലപാടെടുക്കുക. ഇരട്ടത്താപ്പ്. ആട്ടിൻ തോലിട്ട ചെന്നായി ആണെങ്കിൽ ആ തോല് മാറ്റുക തന്നെ വേണം. അത് ചെന്നായി ആണ് എന്ന് ജനമറിയണം. ഒരു സംശയവും വേണ്ട. ഇതിലേതാണ് ഇതിന്റെ പശ്ചാത്തലം തിരിച്ചറിയണം. ആറന്മുളയിൽ അദ്ദേഹം സഹകരണ ബാങ്കിന്റെ ചുമതലക്കാരനായിരുന്നപ്പോൾ ഇടപാടുകാർ അറിയാതെ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. പിന്നീട് സർക്കാർ അത് ഇളവ് ചെയ്തു കൊടുത്തതാണ്. അതുകൊണ്ട് പത്മകുമാറിന്റെ പശ്ചാത്തലം അത്ര പരിശുദ്ധമൊന്നുമല്ല. മാത്രമല്ല പത്മകുമാർ തനിക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ പോയപ്പോഴാണ്, വെറും ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഒതുക്കിയപ്പോഴാണ് വാസ്തവത്തിൽ സർക്കാരിനെതിരെ തിരിഞ്ഞതും നിലപാടെടുത്തതും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പോലും ആക്കാതെ വന്നപ്പോഴാണ് ഇക്കുറി ഉടക്കുണ്ടാക്കിയതും. അതുകൊണ്ട് പത്മകുമാറിന് നമുക്ക് അങ്ങനെ വേഗത്തിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പറ്റില്ല. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം കേസന്വേഷണം മുമ്പോട്ട് പോകുമ്പോൾ പത്മകുമാർ പരിശുദ്ധനാണ് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമില്ല. എന്തായാലും മുരാരി ബാബു, വാസുവും പത്മകുമാറും ഒക്കെ ജയിലിലാകുമ്പോൾ ചിരിക്കുന്നത് അയ്യപ്പനാണ്. അയ്യപ്പനെ അപമാനിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട, അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ച സകലരും പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു.